5 പെൺകുട്ടികളുടെ സഹനത്തിന്റെ കഥ പറയുന്ന പരമ്പരയാണ് പഞ്ചാഗ്നി. സായ്കുമാറിന്റെ മകൾ വൈഷ്ണവി വില്ലത്തി വേഷത്തിലെത്തുന്ന പരമ്പരയിൽ മുൻനിര നടീനടന്മാരാണ് അണിനിരന്നത്. പരമ്പരയിലെ നായികയായി എത്തിയത് നടിയാണ് ലിമ ബാബു ആയിരുന്നു. ആൾ മലയാള സിനിമയിൽ മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിച്ച കക്ഷിയാണ്. പരമ്പരയിൽ മുഴുനീളൻ വേഷത്തിലാണ് ലിമ എത്തിയത്. അമൃതയെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ മുൻപോട്ടുള്ള പോക്ക്. സീരിയൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സീരിയൽ തുടങ്ങിയിട്ട് 1 വർഷം തികയ്ക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ സീരിയൽ അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന വാർത്ത പുറത്തുവരുന്നത്. സീരിയലിന്റെ അവസാന ക്ലൈമാക്സ് എപ്പിസോഡുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. അപ്രതീക്ഷിതമായാണ് സീരിയൽ അവസാനിപ്പിക്കുന്ന വാർത്ത വന്നത്. ആദ്യം മികച്ചു നിന്ന സീരിയൽ പിന്നീട് വൻ ബോറായി തുടങ്ങുകയായിരുന്നു. മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സീരിയലിന്റെ കമന്റ് സെക്ഷനിൽ സീരിയലിനെക്കുറിച്ച് മോശം അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ കൊണ്ടാകാം സീരിയൽ അവസാനിപ്പിക്കാൻ പോകുന്നത്. മുൻപ് ഫ്ലവേഴ്സിലുണ്ടായിരുന്ന സീരിയലുകളിൽ മികച്ച സീരിയൽ ഇതായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഒരു രസവുമില്ല കാണാനെന്നും ആണ് കമന്റുകൾ. ഈ സീരിയലിലെ വില്ലത്തി കഥാപാത്രം ചെയ്യുന്നത് സായ്കുമാറിന്റെ മകൾ വൈഷ്ണവി സായ്കുമാറാണ്. കലാവതി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നെഗറ്റീവ് റോളിൽ അഭിനയിക്കുന്നവർ മാത്രം ജയിക്കുകയും ഈ സീരിയലിൽ അവർക്കൊരു തിരിച്ചടി പോലും നൽകാൻ ഇതിലെ നായകന്മാർക്ക് സാധിച്ചില്ല. എപ്പോഴും നെഗറ്റീവ് റോളുകൾ ചെയ്യുന്നവർ മാത്രം ജയിച്ചു നിൽക്കുന്ന കഥയായി മാറിപ്പോകുകയും ചെയ്തു. മറ്റൊരു പ്രശ്നം എന്തെന്നാൽ ഇതിലെ കഥാപാത്രങ്ങൾ മിക്കവരും തന്നെ മാറിക്കൊണ്ടേയിരുന്നു. ഇത് അക്സെപ്റ്റ് ചെയ്യാനും പ്രേക്ഷകർക്ക് സാധിച്ചില്ല. നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് അപ്പോൾ തന്നെ തിരിച്ചടികൾ നൽകിയിരുന്നെങ്കിൽ സീരിയൽ കുറച്ചുകൂടി ഓടുമായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തെന്ന് പോലും കാണിക്കാൻ സീരിയലിന് സാധിച്ചിട്ടില്ല. അഭിയുടെ അച്ഛൻ ജയിലിലേക്ക് പോകുന്നതായാണ് പ്രൊമോ വീഡിയോ നൽകിയിരിക്കുന്നത്. ആരെയാണ് കൊല്ലുന്നതെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോൾ. അമൃതയെ ചുറ്റിപ്പറ്റിയാണ് കഥയും മുൻപോട്ടുള്ള പോക്ക്. അമ്മയുടെ മരണശേഷം അനുജത്തിമാരുടെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്ന ചേച്ചിയാണ് അമൃത. സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അനുജത്തിമാർക്കായി മാറ്റിവെക്കുന്നു. ഒടുവിൽ വിവാഹമണ്ഡപം വരെ എത്തുന്ന വിവാഹം മുടങ്ങുകയും ഇനി അനുജത്തിമാരെ വിവാഹം ചെയ്യിച്ച ശേഷമേ തനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകൂ എന്നും അമൃത പ്രതിജ്ഞയെടുക്കുന്നു. അഭിമന്യുവായി എത്തുന്ന ജയകൃഷ്ണനായിരുന്നു അമൃത എന്ന ലിമയുടെ നായകൻ. ഇരുവരുടെയും കോംബോ കാണാൻ തന്നെ സീരിയൽ കാണുന്നവരും ഉണ്ടായിരുന്നു. ചന്ദ്രസേനന്റെ ഭാര്യയാണ് രേണുക. അവർക്ക് 3 പെൺമക്കളുണ്ട്. 4ാമത്തെ പ്രസവ സമയത്ത് അവർക്ക് ഇരട്ട പെൺമക്കളെ പ്രസവിച്ചു. അവർ മരിച്ചു. ഒരു ആൺകുട്ടിയെ ആഗ്രഹിച്ചതിനാൽ ചന്ദ്രസേനൻ ഈ കുട്ടികളെ എടുക്കാൻ വിസമ്മതിച്ചു. ധനികയായ കലാവതിയെ വിവാഹം കഴിച്ചു. 5 പെൺമക്കളെയും ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കലാവതി അദ്ദേഹത്തെ വിവാഹം കഴിച്ചത്. മൂത്ത മകൾ അമൃത മറ്റുള്ളവരെയെല്ലാം ഒറ്റയ്ക്ക് പരിപാലിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവർ പഞ്ചരത്നം എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു. കലാവതി അവരുടെ ബിസിനസ് പൂട്ടിക്കാൻ പല വിധത്തിൽ ശ്രമിക്കുന്നു. ഇതാണ് സീരിയലിന്റെ പ്ലോട്ട്. ചിത്രീകരണത്തിന്റെ ഭൂരിഭാഗവും നടന്നത് കേരളത്തിലെ തിരുവനന്തപുരത്താണ്. പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ ചന്ദ്രസേനനായി അഭിനയിച്ച ദിലീപ് ശങ്കറിനെ 2024 ഡിസംബർ 29 വാൻറോസ് ജംഗ്ഷനിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കരൾ രോഗങ്ങൾക്കുള്ള ചില മരുന്നുകളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. മനോജ് ശ്രീകലമാണ് സീരിയലിന്റെ സംവിധാനം ചെയ്തത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.